വായിക്കാം. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 38, 39, 40 വാക്യം. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവേ നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. മതി. സാഹചര്യങ്ങൾ പ്രതികൂലമായി തീരുമ്പോൾ നമ്മുടെ ഉള്ളം, നമ്മുടെ ഹൃദയം, നമ്മുടെ ബുദ്ധി, നമ്മുടെ മനസ്സ് അതുമായിട്ട് നമ്മളങ്ങ് യോജിക്കും. ഇനി ഒരു വിടുതൽ അതിനപ്പുറം ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ നമ്മുടെ ബുദ്ധിയെ പറഞ്ഞ് സമ്മതിപ്പിക്കും. ആമേൻ. ഒരുപക്ഷെ ലാസർ മരിക്കുന്നതിന് മുമ്പ് വരെയും ഈ സഹോദരിമാർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആമേൻ. ലാസർ മരിക്കുന്നതിന് മുമ്പ് യേശു ഒന്ന് വന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കത്തില്ല, ഞങ്ങളുടെ വിഷയത്തിനൊരു പരിഹാരമുണ്ടാകും. നമ്മുടെ മുമ്പിൽ ഒരു വലിയ വിഷയം വരുമ്പോൾ ചില അവധികളൊക്കെ നമുക്ക് മുമ്പാകെ ഉണ്ടാകും, ചില ഡേറ്റുകളുണ്ടാകും, ചില മാസങ്ങളുണ്ടാകും, ചില ആഴ്ചകളുണ്ടാകും. അപ്പോൾ ഈ ദിവസം വരെയും നമുക്കൊരു പ്രതീക്ഷയുണ്ടാകും. അമ്മേ, ഇപ്പോൾ ഡോക്ടേഴ്സ് ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെ പറയും 24 മണിക്കൂർ, 48 മണിക്കൂർ, 72 മണിക്കൂർ. അപ്പോൾ ഈ മണിക്കൂർ വരെയാണ് നമ്മളുടെ പ്രതീക്ഷകൾ നിലനിൽക്കുന്നത്. ആമേൻ, സ്തോത്രം. അത് കഴിയുമ്പോൾ ആമേൻ പലതും നമ്മുടെ ബുദ്ധി കൊണ്ട് തന്നെ നമ്മൾ ചിന്തിച്ചെടുക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് ഈ 2 സഹോദരിമാർ യേശുവിൽ വലിയ വിശ്വാസമുള്ളവരായി ഇവർ. ആര്? മാർത്തയും നമ്മളും യേശുവിൽ വലിയ വിശ്വാസമുള്ളവരാ. ആമേൻ, സ്തോത്രം. വിശ്വാസത്തിന് ഒരു കുറവുമില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇതുപോലെ പരിമിതികളുണ്ട്. ഒരു വിഷയം നമ്മുടെ ബുദ്ധിക്കകത്ത് തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുക, അതിനി എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല, അതിനി സംഭവിക്കത്തില്ല. എത്ര ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമ്മളുടെ ബുദ്ധിയിൽ ഇരിക്കുന്ന കാര്യം ഇത് നടക്കത്തില്ല, ഇത് സംഭവിക്കത്തില്ല, ആമ ഇത് ഇവിടം കൊണ്ട് തീരുകയാണ് ആമ എന്ന ഒരു ചിന്തയാണ് ആമേ സ്തോത്രം നമ്മളെല്ലാവരും ഇന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും ഒരു പരിമിതികൾ നമ്മൾ വെച്ചിരിക്കുക. ആമേ, അത് ഈ 2025 ഒന്ന് അഴിച്ചു മാറ്റാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ആമേ, സ്തോത്രം. മാർത്തയുടെ മറിയയുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ളൊരു ബോധ്യം, ഇന്ന് നമ്മുടെ നടുവിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ചിന്തിക്കത്തില്ല. എത്ര വലിയ തടസ്സങ്ങളാണെങ്കിലും, എത്ര വലിയ പ്രതികൂലങ്ങളാണെങ്കിലും, എത്ര വലിയ തീച്ചൂളയാണെങ്കിലും, എത്ര വലിയ ചെങ്കടലാണെങ്കിലും, എത്ര വലിയ സിംഹത്തിന്റെ ഗുഹയാണെങ്കിലും അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. ആമേൻ. ആരാണ് നമ്മളുടെ കൂടെ ഉള്ളവൻ എന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ ആമേ, സ്തോത്രം, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരും. യേശുവിൽ ഒരു ആഴമേറിയ വിശ്വാസമുണ്ട്. ആർക്ക്? മാർത്തയ്ക്ക്, മറിയയ്ക്ക്. എന്തൊക്കെയാ വിശ്വാസമുള്ളത്? കുരുട്ട് കണ്ണ് തുറക്കുന്നവനാ. ആമേ, സ്തോത്രം. ആമേ, ഭൂതങ്ങളെ പുറത്താക്കുന്നവനാ, രോഗികളെ സൗഖ്യമാക്കുന്നവനാ. ആമേ, സ്തോത്രം. ഹേലയിൽ മുടന്തനെ നടത്തുന്നവനാ, കുഷ്ഠരോഗം മാറ്റുന്നവനാ. ആമേ, എന്നാൽ മരിച്ചു 4 നാൾ കഴിഞ്ഞ ആമേ, സ്തോത്രം, ഒരുത്തനെ ഉയർപ്പിച്ച ചരിത്രം ഇവരുടെ ബുദ്ധിക്കകത്തില്ല. ആമേ, സ്തോത്രം. എന്നാൽ അതാണ് യേശു കർത്താവ് അന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ തന്നെ ഇന്ന് പകലിൽ നമ്മുടെ ബുദ്ധിക്കകത്തും ചില ചിന്തകൾ കിടക്കുന്നുണ്ട്. യേശുവിന് ഇന്ന രീതിയിലെല്ലാം പ്രവർത്തിക്കാൻ കഴിയും, പക്ഷെ എൻ്റെ ഈ വിഷയത്തിന്റെ മധ്യത്തിൽ യേശുവിന് പ്രവർത്തിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മളും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇന്നതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച വിധങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം കർത്താവേ. ബൈബിളിൽ അതെല്ലാം ഉണ്ട്, ഞങ്ങൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും യേശു അതിൻ്റെ മധ്യത്തിലെല്ലാം പ്രവർത്തിച്ചതായിട്ട് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളുടെ വിഷയം ഇതിൻ്റെ അകത്ത് ഒന്നും കാണാത്ത വിഷയമാണല്ലോ കർത്താവേ. ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? പുതിയതൊന്ന് ചെയ്തെടുപ്പാൻ കഴിവുള്ള ഒരു ദൈവത്തെ അത്ര ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പഴയത് കഴിഞ്ഞു പോയിരിക്കുകയാണ്. ആമേൻ. ബുദ്ധിക്കതീതമായ പ്രവർത്തികളെ ചെയ്തെടുപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾക്കൊരു മാറ്റമുണ്ടാകട്ടെ, നമ്മുടെ ബുദ്ധി തലത്തിനൊരു വ്യത്യാസമുണ്ടാകട്ടെ.
അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ആമേൻ സ്തോത്രം. 37 യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം അതിൻ്റെ ആമേൻ സ്തോത്രം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേ യെഹെസ്കേൽ പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിലെ ദൈവം ചില മേഖലകളിലേക്ക് നടത്തുകയാണ്. അവന് ഈ ദൈവത്തെക്കുറിച്ച് നല്ല ചിന്തയും ഗ്രാഹ്യവും ആമേ അറിവുമുള്ളവനാ. അവനെയാണ് ഈ സ്വർഗത്തിലെ ദൈവം മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അവൻ്റെ അറിവിനെ വെല്ലുന്നൊരു വിഷയമാണ് കേട്ടോ. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ അറിവിനെ വെല്ലുന്ന വിഷയമായിരിക്കും. പക്ഷെ അത് എങ്ങനെ സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. അമ്മ ഞങ്ങൾ ഇന്നലെ രാത്രി പോലും ഈ വിഷയത്തിൻ്റെ മധ്യത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയതാ. ഇന്ന് പകലിൽ ഇതെന്താ സംഭവിച്ചത് ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറയുന്ന വിഷയങ്ങളായിരിക്കും. ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിനു വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം വിളിച്ചറിയിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയെ വെല്ലുന്ന വിഷയം നടക്കത്തില്ലെന്നൊരായിരം വട്ടം നമുക്ക് അറിയാവുന്ന ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ സ്വർഗം പ്രവർത്തിക്കാൻ പോകുന്നത്. ഒന്ന് വായിക്കാമോ? അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. സ്തോത്രം. മതി. മനുഷ്യപുത്ര, ഈ അസ്ഥികള് നമ്മളെയാണ് യെഹെസ്കേൽ പ്രവാചകന് അപ്പുറമായിട്ട് നമ്മളെയാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതെങ്കിൽ ഈ അസ്ഥിത്താഴ്വരയിൽ കൊണ്ടുപോയിട്ട് ഉണങ്ങി ഏറ്റവും ഉണങ്ങിയിരുന്നു. ചെറുതായിട്ടൊന്നുമല്ല, ഏറ്റവും ഉണങ്ങിയിരുന്നു. ആമേൻ സ്തോത്രം. നമ്മളോട് ചോദിക്കുക ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് ചെയ്യുന്ന ആമേൻ സ്തോത്രം. ഇവൻ പറയുന്ന മറുപടി, കർത്താവേ അത് നീ അറിയുന്നെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളാണെങ്കിൽ പറയും ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ആധിക്യത്തില്ലെന്ന് പറയത്തുള്ളൂ. നമ്മൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത വരുമ്പോൾ അഡ്വാൻസ്ഡാണ് നമ്മളെല്ലാ കാര്യത്തിനും. എന്ത് കാര്യത്തിന്? നെഗറ്റീവ് പ്രവർത്തിക്കാൻ അഡ്വാൻസ്ഡാണ്. ഒരു സാമ്പത്തിക വിഷയം നേരിടുകയാണ് നമ്മൾക്ക്. ആമേശ്വരം അത് കൊടുക്കുന്നത് 5-ാം തീയതിയാണ്. 5-ാം തീയതി 10 മണിയാകുമ്പോൾ നീ എനിക്ക് ആ നന്മ തരണം ആമേശ്വരം എന്ന് മറ്റൊരുത്തൻ വന്ന് ഇവനോട് ആവശ്യപ്പെടുകയാണ്. ഇവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. 4-ാം തീയതി രാത്രി വരെയും ഇവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഒരു പ്രതീക്ഷയുണ്ട്. ദൈവം എന്ത് ചെയ്യും? 4-ാം തീയതി രാവിലെ ആമേശ്വരം രാത്രി കഴിഞ്ഞു. 5-ാം തീയതി നേരം പുലരുകയാണ്. എത്ര മണി വരെ ഉണ്ട് സമയം? 10 മണി വരെ നമുക്ക് സമയമുണ്ട്. 10 മണിക്കാണ് ഈ പൈസ. നമ്മൾ എന്ത് ചെയ്യും? 5-ാം തീയതി രാവിലെ നേരം പുലരുമ്പോൾ 8 മണിയാകുമ്പോൾ ഫോൺ കറക്കും. അതിലേക്ക് പൈസ കിട്ടാൻ സാധ്യതയുള്ള ചില വ്യക്തിത്വങ്ങളിലേക്ക് വിളിച്ചിട്ട് ചോദിക്കും, ബ്രദറെ എനിക്കൊരു അല്പം പൈസ ആവശ്യമുണ്ട്, 10 മണിക്ക് കൊടുക്കേണ്ടതാണ്, ഒന്ന് തരുമോ? തന്ന് സഹായിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡാ. ആ സമയം വരെയും നമ്മൾ എന്ത് ചെയ്യത്തില്ല? വെയിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയും, പിന്നെ ബുദ്ധിഹീനത കാണിക്കാനായിട്ടാ. ദൈവം എവിടെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ മുൻപേയും പിൻപേയും പ്രവർത്തിക്കാതെ തക്ക സമയത്താ പ്രവർത്തിക്കുന്നത്. പുറകിലെ ഫറവോനും സൈന്യം വരികയാ, ചീറി അടുക്കുകയാ. ഇവർ തമ്മിൽ അടുക്കാനായിട്ട് അധികം ദൂരമൊന്നുമില്ല പ്രിയ മക്കളെ. സ്വന്തം ഇവർ നടക്കുകയാ. ഇവരുടെ കയ്യിൽ രഥമില്ല, ഇവരുടെ കയ്യിൽ കുതിരകളില്ല. ഇവർ നടന്നു പോകുകയാ. അവർ രഥത്തിലും കുതിരകളിലും വരുന്നത്. മുമ്പിൽ ചെങ്കടല. കടലിന്റെ മുമ്പിലേക്കാണ് സ്വന്തം മോശയും കൂട്ടനും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കണ്ണുകൾ കൊണ്ട് പ്രത്യക്ഷത്തിൽ നോക്കി കാണാൻ കഴിയുന്നത് കടല, ആഴക്കടല. സ്തോത്രം. വീണാൽ അവിടം കൊണ്ട് തീരും. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഫറവോനും സൈന്യവും രഥത്തിലും കുതിരകളിലും അത് ശക്തമായി ഓടിച്ചു വരികയാ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ എപ്പോൾ ഇവരെ തൊട്ടില്ല എന്ന അനുഭവത്തിൽ വരുമ്പോൾ ഒരു ദൂതൻ ഇറങ്ങി ഇതിന്റെ നടുവിൽ നിൽക്കുകയാണ്. മുമ്പിൽ നടന്ന ദൂതൻ എവിടെ വന്നു? പിൻപിൽ വന്നു. കേട്ടോ പ്രിയ മക്കളെ, നമ്മളെ തനിച്ചല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ തനിച്ചല്ല. നിന്നെ കാക്കുവാനും കരുതുവാനും നിന്റെ കാല് കല്ലിനോട് തട്ടിപ്പോകാതിരിക്കേണ്ടതിനാൽ സർവശക്തിയുള്ള ദൈവം അവന്റെ ദൂതന്മാരെ നിനക്ക് കാവൽ ഏർപ്പെടുത്തിയിട്ടാണ് ആക്കി വെച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ആമേൻ. നമ്മളെന്തല്ല തനിച്ചല്ല. തനിച്ചല്ല. ഞാൻ തനിച്ചല്ലെന്നേ. എന്നോട് കൂടെ ആരുണ്ട്? ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ദൈവ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. കാക്കുന്നതും കരുതുന്നതും ദൈവത്തിന്റെ കൃപയെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നമ്മുടെ കഴിവോ മിടുക്കോ തികവോ പ്രാപ്തിയോ ഒന്നുമല്ല പ്രിയമക്കളെ.
നമ്മൾ ഈ 2 വീലറിനും 4 വീലറിനും ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്ത് വരുന്നവരാ പ്രിയമക്കളെ. ആമേൻ സ്തോത്രം. ഇതെല്ലാം നമ്മുടെ പ്രാഗൽഭ്യം കൊണ്ടൊന്നുമല്ല കേട്ടോ. നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട്, നന്നായിട്ട് ആമേൻ സ്തോത്രം ഒന്നുമല്ല. നീ ഇപ്പം എത്ര നന്നായിട്ട് ഡ്രൈവ് ചെയ്തെന്നാലും, നീ എത്ര സൂക്ഷിച്ചെന്നാലും, എതിരെ വരുന്നവൻ നിന്നെ സൂക്ഷിച്ചില്ലെങ്കിലോ, എതിരെ വരുന്നവൻ ഓടിച്ചു വരുന്ന വാഹനം, അവൻ ചിലപ്പോ ആമേ സ്തോത്രം ആമേ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവനായിരിക്കാം, മദ്യപിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും പ്രഷർ കയറി വരുന്നവനായിരിക്കാം, ഫോണിൽ സംസാരിച്ചിട്ടായിരിക്കാം വരുന്നത്. ഇവനെയെല്ലാം ദൈവം നിയന്ത്രിക്കുന്നത് കൊണ്ട് നീ സുരക്ഷിതമായിട്ട് ഇന്ന് ദൈവത്തിന്റെ ആലയത്തിലും നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും അവൻ നിനക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്, എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. മക്കളെ, നമുക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയാം. ഞാൻ ഇന്ന് വരെയും ആമേൻ സ്തോത്രം ഒരു അപകടങ്ങളിലും പെടാതെ വണ്ണം ഞാൻ നന്നായിട്ട് ഓടിക്കും, ഞാൻ നല്ലൊരു ഡ്രൈവറാണ് എന്ന് പറയാൻ ഒരിക്കലും വ്യവസ്ഥയില്ല പ്രിയമക്കൾ. നിന്നെ കാക്കുന്നത് കൊണ്ടാ, നിന്നെ സൂക്ഷിക്കുന്നത് കൊണ്ടാ, നിന്നെ കരുതുന്നത് കൊണ്ടാ. ആമേൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയയാണ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയാണ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലാണ്. പ്രാഗൽഭ്യം പറയാൻ ഒന്നുമില്ല പ്രിയമക്കളെ. അവൻ സൂക്ഷിച്ചില്ലെങ്കിൽ സകലതും വ്യർത്ഥമാ. അവൻ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. എത്രയോ വ്യക്തിത്വങ്ങൾ നിന്ന നിൽപ്പിൽ ശ്വാസം ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ താഴത്തേക്ക് ഇരുത്താൻ പറ്റുന്നില്ല, അവിടെ കുഴഞ്ഞങ്ങ് വീഴുകയാ. ആമ എത്രയോ വ്യക്തിത്വങ്ങൾ ആമേ അങ്ങനെ എങ്കിൽ ആമേ ഈ 2 വീലറിലൊക്കെ എന്ന് വെച്ചാൽ ഒരു 4-8 ഇഞ്ച് പിടുത്തം മാത്രമേ ഉള്ളൂ റോഡുമായിട്ട്. ഈ ചക്രത്തിൻ്റെ ഇത്രേ ഉള്ളൂ. ആമേ സ്തോത്രം. ഇതിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ആമേ ആ രഥചക്രങ്ങളുടെ ഓട്ടത്തെ ദൈവം എന്ത് ചെയ്തു? തെറ്റിച്ചെന്നാണ് പറയുന്നത്. ആമേ സ്തോത്രം. രഥചക്രങ്ങളുടെ ഓട്ടം തെറ്റിച്ചെന്നാ പറയുന്നത് നീ പുറപ്പാട് പുസ്തകത്തില. അപ്പൊ ഇതൊക്കെ തെറ്റിച്ച് കളയാൻ സ്വർഗത്തിലെ ദൈവത്തിന് നിസ്സാര സമയം മതി. പട്ടിയോ പൂച്ചയോ ആമേ എന്തേലും ചെറിയൊരു ചെറുജീവി നിന്റെ ഈ വാഹനം, ഒരു വലിയൊരു കല്ല് മതി. ആമേ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല നിരത്തിൽ ആമേ ഒരു വലിയൊരു കല്ല് മതി നിന്റെ വാഹനം മറിയാൻ. അവിടെ ഒന്നും ആമേ മറിയാതെ തട്ടാതെ മുട്ടാതെ ആമേ കരുതി സൂക്ഷിക്കുന്നത് നിന്റെ ഡ്രൈവിങ്ങിന്റെ മിടുക്കല്ല, ആമേ നിന്റെ തികവല്ല, ആമേ സ്വന്തം നിന്റെ ബുദ്ധിയുടെ വൈഭവമല്ല, നീ പഠിച്ചിരിക്കുന്ന ക്ലാസിന്റെ ക്വാളിറ്റി അല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ എന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിഞ്ഞ അവന് മഹത്വം കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? അവിടെയാണ് ദൈവകരം ഇറങ്ങുന്നത്. ആമേ. അപ്പോ തക്ക സമയത്ത് ദൈവം എന്ത് ചെയ്യും? പ്രവർത്തിക്കുമെന്ന്. തക്ക സമയത്ത് ദൈവത്തിൻ്റെ ഒരു സമയമാണ് തക്ക സമയം. പ്രൈസ് ദി ലോർഡ്. അതുവരെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡാ അല്ലേ? നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്ത്, ഞങ്ങൾക്ക് കർത്താവിനെ കഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. ആമേ സ്തോത്രം. ഞങ്ങൾക്ക് യേശുവിനെ കഷ്ടപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. കർത്താവിനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ പാസ്റ്റേ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങോട്ട് നമ്മൾ മുന്നമേ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ആമേൻ സ്തോത്രം. എന്തിനാണ് യേശുവിനെ ഇട്ടിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചിന്ത. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ സ്തോത്രം, നാം ദൈവത്തെ നമ്മെ പോലെ കാണുന്നത് കൊണ്ടാണ്. നാം ദൈവത്തെ നമ്മെ പോലെ കാണുന്നത് കൊണ്ടാണ്. നമ്മെ പോലെ പരിമിതികളുള്ളവനല്ല ദൈവം. ആമേൻ. ദൈവം ആരാണെന്നൊന്ന് തിരിച്ചറിയണം. നമ്മുടെ വിഷയങ്ങളുടെ മധ്യത്തിലോ ഇല്ല, അവനൊന്നും ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ മതി. അവൻ ഒന്ന് നോക്കിയാൽ മതി. കർത്താവ് എന്നൊന്ന് നോക്കണമേ ദൈവമേ. നമ്മുടെ വിഷയത്തിൻ്റെ മധ്യത്തിൽ അവനൊന്ന് നോക്കിയാൽ മതി. അവൻ്റെ ചെറുവിരലൊന്ന് നീട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. ആ വിഷയം സാധ്യമായി വരും. ആമേൻ. ദൈവം ആരാ പ്രിയ മക്കളെ? അവന് അസാധ്യമായിട്ട് വല്ലതുണ്ടോ? അമ്മ കൊലോസ്യ ലേഖനത്തിലാ യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെ കുറിച്ച് ആഴമായി പഠിപ്പിക്കുന്നത്. ആമേ അവൻ ആദ്യനും അന്ത്യനുമാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ആമേ വാഴ്ചകളായിക്കൊള്ളട്ടെ, അധികാരങ്ങളായിക്കൊള്ളട്ടെ, കർത്തൃത്വങ്ങളായിക്കൊള്ളട്ടെ, ആമേ സ്തോത്രം, ആമേ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അവൻ മുഖാന്തരം അവനായിട്ടും എന്ത് ചെയ്തിരിക്കുന്നു? ഉളവായിരിക്കുന്ന പറയുന്നത്. അവൻ സകലതും അവൻ്റെ കാൽ കീഴില്ല, സകലതും അവൻ്റെ കാൽ കീഴില്ല. അവൻ മുഖാന്തരമായിട്ടും അവനായിട്ടും സകലതും എന്ത് ചെയ്തു? ഉളവായെന്ന പറയുന്നത്. ആമേ കർത്തൃത്വങ്ങളായിക്കൊള്ളട്ടെ, വാഴ്ചകളായിക്കൊള്ളട്ടെ, അധികാരങ്ങളായിക്കൊള്ളട്ടെ, അവൻ ദൈവത്തിന്റെ പ്രതിമയാ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സർവ്വ സൃഷ്ടിക്കും
സർവ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനു മുമ്പേ ഉള്ളവൻ. അവൻ സകലത്തിനും സകലത്തിന്റെ ആധാരം. ഇന്ന് പല ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമ്മുടേതാണ് എന്ന് കാണിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു രേഖയാണ് എന്ത്? ആധാരം. ഇത് ഞങ്ങളുടേതാണ്. സ്തോത്രം. ഞങ്ങളുടെ അപ്പുപ്പൻ അല്ലെങ്കിൽ ഇന്ന ആളുടെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എഴുതി തന്ന ആധാരമായി കാണുന്നത്. സ്തോത്രം. ഇത് ഞങ്ങൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുക സർക്കാരിന്. സ്തോത്രം. അത് കാണിച്ചത് ഒറിജിനൽ എന്ന് ബോധ്യപ്പെട്ടാൽ അതിനപ്പുറമായിട്ടൊന്നും പറയാനില്ല. ഇവന്റെ കയ്യിൽ ഇതിന് രേഖയുണ്ട്. സ്തോത്രം. യേശുവിനെ കുറിച്ച് പറയുന്നത് ഈ സ്വർഗത്തിലുള്ളതോ ഭൂമിയിൽ സകലത്തിന്റെ ആധാരം ഇവനാ. പ്രൈസ് ദി ലോർഡ്. ഇവൻ സകലത്തിനും ആധാരമാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഭൂമിയിലുള്ള ദേവന്മാരോ ഭൂമിയിലുള്ള ദേവിമാരോ മറ്റേതെങ്കിലും പുണ്യവാളന്മാരോ അവരെല്ലാം ഇതിന്റെ കാൽ കീഴില. പ്രൈസ് ദി ലോർഡ്. സകല വാഴ്ചകളും സകല കർത്തൃത്വങ്ങളും സകല അധികാരങ്ങളും എല്ലാം യേശുവിന്റെ കാൽ കീഴില. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് പരിമിതികൾ നമ്മൾ വെക്കരുത് പ്രിയ മക്കളെ. ദൈവത്തിന് പരിമിതികൾ വെക്കരുത്. ദൈവത്തെ നമ്മളെ പോലെ കാണുമ്പോഴാണ് എല്ലാ കാര്യത്തിലും പരിമിതികൾ വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യും. ദൈവത്തെ ദൈവമായിട്ടൊന്ന് കാണാൻ പറ്റുമോ? വാർത്തയെ മറിയേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ എന്നെ എങ്ങനെയാ കാണുന്നത്? അസ്ഥി താഴ്വരയിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്ന യെഹെസ്കേലിനോട് സ്വർഗത്തിലെ ദൈവം ചോദിക്കുന്നു, എന്റെ മകനെ യെഹെസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? അവിടെ പറയുന്നത് അത് ഏറ്റവും ഉണങ്ങിയിരുന്നെന്നാ പറയുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ പച്ചപ്പ് നിറഞ്ഞതോ നനവുള്ളതുമായിട്ടുള്ള ഒരു സാഹചര്യമില്ല. വിണ്ട് കീറിക്കിടക്കുന്ന മരുഭൂമിക്ക് സമമായി കിടക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, വിണ്ട് കീറിയ മരുഭൂമിയെ നനവുള്ളതും പച്ചപ്പുള്ളതുമാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നിന്റെ നിലവാരത്തെ ദൈവം മാറ്റിമറിക്കും. നിന്റെ ശൂന്യതകളെ ദൈവം മാറ്റിമറിക്കും. നിന്റെ വരൾച്ചകളെ ദൈവം മാറ്റും. നിന്റെ ഉണക്കിനെ ദൈവം മാറ്റും. അത് നനവുള്ള തോട്ടം പോലെ പച്ചയായ പുൽപ്പുറം പോലെ ആക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. അത് ഏറ്റവും അധികം എന്ത് ചെയ്തിരുന്നു? ഉണങ്ങിയിരുന്നു. ഒന്ന് വായിച്ച 37-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഒരൽപ്പം പോലും ചാൻസ് ഇല്ല. നനവെന്ന് പറയുന്നത് അതിന്മേലില്ല. പച്ചപ്പെന്ന് പറയുന്നത് അതിന്മേലില്ല. ഏറ്റവും ഉണങ്ങിക്കിടക്കുകയാണ്. ജീവിത സാഹചര്യങ്ങളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, കർത്താവേ, ഒരു പുൽനാമ് വളർന്നു വരുവാൻ സാധ്യതയില്ലാത്ത തലത്തിൽ എൻ്റെ കുടുംബ ജീവിതം അതുപോലെ തകർന്നു കിടക്കുകയാണ്. പ്രതീക്ഷകൾക്ക് വകയില്ല. ചില നാളുകളായിട്ട് ഉണക്കാണ്. വിണ്ട് വരണ്ട് കിടക്കുന്ന മരുഭൂമിക്ക് സമമായി തീർന്നിരിക്കുന്ന എൻ്റെ കുടുംബ ജീവിതത്തെ പണിതെടുക്കാൻ കഴിയുമെന്ന് എൻ്റെ ബുദ്ധിക്കകത്ത് ഇതുവരെ ചിന്ത വരുന്നില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് അത് ചെയ്തെടുക്കാൻ കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുകയാണ്. ഏറ്റവും അധികം ഉണങ്ങിക്കിടക്കുന്ന ചിലതിലേക്ക് പരിശുദ്ധ ദൈവത്തിന്റെ കരം നീട്ടാൻ പോകുകയാ. നിന്റെ നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുക. 2025 നിന്റെ ജീവിതത്തിന്റെ നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുക. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ ഇറങ്ങി വരികയാ. ഉണക്കു മാറ്റും, നാനമുള്ളതാക്കി മാറ്റും. വിശ്വസിക്കാമോ?
കർത്താവേ ആമേശ്വതം അത് ഏറ്റവും ഉണങ്ങി കിടക്കുക. ആമേശ്വതം ചിലരൊക്കെ പറയും ഈ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെയൊന്നും അല്ല കർത്താവ്, എൻ്റെ ജീവിതം അതുപോലെ ഉണങ്ങിക്കിടക്കുക. പ്രീശലോ അതുപോലെ ഉണങ്ങിക്കിടക്കുക. ആമേശ്വതം ഒരിക്കലും ആമേശ്വതം യേശുവിൻ്റെ വചനത്തിൽ പഴയ നിയമ പുസ്തകത്തിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേശ്വതം നിങ്ങൾ ഈ താഴ്വരയിൽ എന്ത് ചെയ്യണം? എത്ര കുഴികളാ? അനേകം കുഴികളെ വെട്ടാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാ? വെള്ളത്തിന് വേണ്ടിയാ. വെള്ളത്തിന് വേണ്ടിയാ. വെള്ളം ആവശ്യമായിരുന്നു. അവർ കുഴിക്കാൻ തുടങ്ങി. കൂടെ കുഴിക്കാനുള്ള ആളുകളുണ്ടെന്നേ. കുഴിക്കുകയാ ഇല്ലേ? ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ സഹോദരന്മാരോട് സഹോദരിമാരോടെല്ലാം ചേർന്ന് പറയും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, നമുക്കൊന്ന് ഉപവസിക്കാം. ചിലരൊക്കെ ചേർന്ന് ചേർന്ന് ഉപവസിക്കാൻ തുടങ്ങും, ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇതുപോലെ അവർ ചേർന്ന് കുഴിക്കാൻ തുടങ്ങി. അന്നത്തെ കുഴി ഇന്നത്തെ പ്രാർത്ഥനയാ പ്രിയ മക്കളെ. ഹല്ലേലൂയ. അന്ന് അവർ ചേർന്ന് കുഴിക്കാൻ തുടങ്ങി. പ്രവാചകന്റെ വാക്ക് കേട്ട് അവർ ചേർന്ന് കുഴിക്കാൻ തുടങ്ങി. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയാൽ പല വ്യക്തിത്വങ്ങൾ ചേർന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും? ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ പ്രാർത്ഥിച്ച ആ സമയങ്ങളിലൊന്നും അവരുടെ ജീവിതത്തിൽ സാധ്യതകൾ വന്നില്ല. പക്ഷെ അവരുടെ ആവശ്യം നടക്കേണ്ടത് നാളെ രാവിലെ 10 മണിക്കാണ്. അവർ പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് തുടങ്ങി. പിറ്റേ ദിവസം നേരം പുലർന്നു, ഒന്നും കണ്ടില്ല. അവർ പോയി നോക്കി, കുഴിയിൽ നോക്കി. ഇന്നലെ കുഴിച്ച കുഴികളെല്ലാം വളരെ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുക. ഈ കുഴിക്കകത്തുനിന്ന് ഓരോ തൊട്ടി മണ്ണ് മുകളിലേക്ക് കൊടുക്കുന്തോറും ഇതിങ്ങനെ ഉതിർന്ന് വീഴുകയാ. കാരണം നനവില്ല, ഏറ്റവും ഉണങ്ങിക്കിടക്കുന്ന മണ്ണ. മരുഭൂമിയാ. ഓരോ സ്തോത്രം കൊട്ട മണ്ണ് മുകളിലേക്ക് കൊടുക്കുന്തോറും പ്രതീക്ഷകളൊന്നും തന്നെ കാണുന്നില്ല. കുഴിക്കുന്നവനും പ്രതീക്ഷയില്ല, മുകളിൽ നിന്ന് ഇത് പിടിച്ച് കയറ്റുന്നവനും പ്രതീക്ഷയില്ല, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആർക്കും പ്രതീക്ഷയില്ലെന്നേ. പ്രൈസലോ. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആർക്കും പ്രതീക്ഷയില്ലെന്നേ. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമോ? പത്രോസ് ബന്ധിക്കപ്പെട്ട് കിടക്കുക എവിടെ? കാരാഗ്രഹത്തിലോ. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുഴിക്കാം. എല്ലാവരും ചേർന്ന് ഇരുന്ന് എന്ത് ചെയ്യാം? കുഴിക്കാം. അവരെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. പഴയ നിയമത്തിലെ കുഴിക്കല, പുതിയ നിയമത്തിലെ പ്രാർത്ഥന. അപ്പോൾ ഇവരെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. വിശ്വാസത്തോടു കൂടിയായിരുന്നോ? വിശ്വാസം ഉണ്ടായിരുന്നോ? ആർക്കെങ്കിലും? അത് തന്നെ നമ്മളും അങ്ങനെ തന്നെ. സ്തോത്രം. നമുക്കെന്തില്ല? കിട്ടണമെങ്കിൽ കിട്ടട്ടെ. സ്തോത്രം. കിട്ടണമെങ്കിൽ കിട്ടട്ടെ. പത്രോസ് പുറത്ത് വരണമെങ്കിൽ ആൾക്കാരല്ലെങ്കിൽ എന്ത് പറയും? ഇത്രയും നാളും കൂടെ ഒരുമിച്ചിരുന്ന് ആരാധിച്ച ആളല്ലേ, ആ മനുഷ്യൻ കാരാഗ്രഹത്തിൽ പോയി കിടന്നിട്ട് നിങ്ങൾ ഒരു തെല്ലെങ്കിലും പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കാതിരിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ഇതുപോലെ പുസ്തകത്തിനകത്തളത്തിൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ എഴുതിക്ക് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ദൈവം പ്രവർത്തിക്കുമായിരിക്കും എന്നും കരുതിക്കൊണ്ട് ഇന്നും എന്ത് ചെയ്തത്? പ്രാർത്ഥിക്കുന്നത്. ദൈവം ചിലപ്പോൾ പ്രവർത്തിക്കുമായിരിക്കും. അപ്പോൾ പത്രോസ് ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. 12-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവർത്തനം അവിടെ കാണാൻ സാധിക്കുന്നത്, സ്തോത്രം, അവരെല്ലാവരും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ വാതിൽക്കൽ വന്നപ്പോൾ ഒരു മുട്ട് കേൾക്കുകയാണ്. മുട്ട് കേട്ടിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞു. ഈ ശബ്ദം ആ കൂട്ടത്തിന് നടുവിൽ ഇല്ലേ, നമ്മളും ഇവിടെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ കൂടെ പിള്ളേർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയും, മോനെ ഒന്ന് പോയി നോക്കി ആരാണെന്ന്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആ കുപ്പിയിലെ വെള്ളമൊന്നും എടുത്തിട്ട് വന്നേ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പല ഡയറക്ഷൻസ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ ഈ കൊച്ചു പോയിട്ട് അവളെ ചെന്ന് അടുത്ത് നിന്ന് നോക്കുമ്പോൾ ശബ്ദം കേൾക്കുക, വാതിൽ തുറക്കുക. നമ്മൾ ഓടി, അകത്തേക്ക് ഓടി. കൊച്ചിൻ്റെ കയ്യെത്തത്തില്ല, ടവർ ബോൾട്ട് മുകളിലിട്ടിരിക്കുക, ഓടാമ്പിൽ മുകളിലിട്ടിരിക്കുക. കൊച്ചിന് തുറക്കാൻ പറ്റിയില്ല. സ്തോത്രം. ഓടി അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പത്രോസ് അച്ചായൻ വന്നിട്ടുണ്ട്. അപ്പൊ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ ഏത് വിഷയത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? പത്രോസ് എന്ത് ചെയ്യണം? വിടിവിക്കണം. പത്രോസ് പുറത്തു വരണം. സ്തോത്രം. പത്രോസ് എന്ത് ചെയ്യണം? പുറത്തു വരണം. സ്തോത്രം. പത്രോസിനെ വിടിവിക്കണമേ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുന്നത്. ചില ആളുകൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഇന്നിപ്പോ പറഞ്ഞു, വെടിവെക്കണമേ കർത്താവേ. പത്രോസിനെ എന്ത് ചെയ്യണം? വിടിവിക്കണേ എന്നാണ് കേട്ടോ. സ്തോത്രം. ഇന്ന് നമ്മുടെ പെന്തക്കോസ്ത് തലത്തിൽ ഒരുപാട് വ്യത്യസ്തതകൾ വന്നിട്ടുണ്ട്. ചിലരൊക്കെ പറയുന്ന വാക്കുകൾ എന്താണെന്ന് പോലും
അറിയത്തില്ല. ആമേൻ സ്തോത്രം. അപ്പൊ വിടിവിക്കണേന്ന് പ്രാർത്ഥിക്കണേന് പകരം എന്താ? ഒരു പദം അങ്ങാട് മാറി, വെടിവെക്കണമേ. ആമേൻ സ്തോത്രം എന്നല്ല, വിടിവിക്കണമേ. അവര് ആമേ പത്രോസിനെ വിടിവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസത്തോടു കൂടിയായിരുന്നോ? ഈ കൊച്ചോടി വന്നിട്ടും പറയുക, അവളുടെ പേരെന്താ? രോധ അല്ലേ? രോധ. ഈ കുഞ്ഞിൻ്റെ ഞാൻ ചിന്തിക്കുന്നത് ചെറിയ കുഞ്ഞായിരിക്കണം, അധികം പൊക്കമില്ലാത്ത കൊച്ചായിരിക്കണം. ടവർ ബോൾട്ടോ ആ ഓടാമ്പലോ ഒന്ന് അഴിച്ച് മാറ്റാൻ അവൾക്ക് പറ്റാത്തൊരു കൊച്ചായിരിക്കണം. അല്ലെങ്കിൽ അവൾ തുറന്നേനെ. അവൾക്ക് നല്ല ഉറപ്പായിരുന്നു. എന്ത്? ആമേശ്വരം പത്രോസ വന്നിരിക്കുന്നതെന്ന്. നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ നമ്മുടെ പിള്ളേർക്കൊക്കെ. നമ്മളെക്കാൾ വിശ്വാസം പലർക്കും ഉണ്ട്. നമ്മൾ ഈ ചർച്ചിലൊക്കെ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവർ പലപ്പോഴും പലതിലൊക്കെ നമ്മൾ കരുതവരൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ ചില സംശയങ്ങളൊക്കെ ചോദിക്കും. അതെന്താ പാസ്റ്റർ എന്താ ഇങ്ങനെ പറഞ്ഞത്? ബൈബിളിൽ അത് എവിടെയാണ് കാണുന്നത്? ബൈബിൾ ഇല്ലേ? കറക്റ്റായിട്ട് ചോദിക്കുന്ന പിള്ളേരുണ്ട്. അവരിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം ഈ കൊച്ച് പത്രോസുമായിട്ട് അടുത്ത ബന്ധമുള്ളൊരു കൊച്ചായിരിക്കണം. പത്രോസിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എന്ത് ചെയ്തു? ആ കുഞ്ഞിന് തിരിച്ചറിവുണ്ടായിരുന്നു. ഓടി അകത്തേക്ക് വന്നിട്ടും പറഞ്ഞു, പ്രാർത്ഥിക്കുന്നവരോട് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, പത്രോസ് അച്ചായം വന്നിട്ടുണ്ട്. ഇവര് സമ്മതിക്കോ? ഇവര് സമ്മതിക്കത്തില്ല. ഇവര് പറഞ്ഞു, നിനക്ക് എവിടെ വരാന? നാളെ കൊല്ലാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന നന്നാല് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, കൊട്ടാരത്തിൽ നിന്ന് അകത്ത് നിന്ന് ഞങ്ങൾക്ക് അറിവ് കിട്ടിയത്, നന്നാല് ചേവകരടങ്ങുന്ന 4 കൂട്ടത്തിന് ചങ്ങലകളെല്ലാം ഇട്ട് ബന്ധിച്ചിരിക്കുകയാണെന്ന ഞങ്ങളുടെ അറിവ്. ഞങ്ങൾക്ക് അങ്ങനെ അറിവ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് വരാനിട്ട് എന്തില്ല. പിന്നെ എന്തിനായിരുന്നു പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് പറയത്തില്ലേ? ആമേൻ സ്തോത്രം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് പറയത്തില്ലേ? ആമേൻ. നിങ്ങളുടെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വം ആമേൻ സ്തോത്രം അങ്ങ് തടവറയിൽ കിടന്നിട്ട് നിങ്ങൾ ആരും പ്രാർത്ഥിച്ചില്ലെന്ന് പറയത്തില്ലേ? അത് പറയിപ്പിക്കാതിരിക്കേണ്ടതിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. പാസ്റ്റർ ചോദിക്കത്തില്ലേ, ഇന്നലെ പരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് മീറ്റിങ്ങിന് വരാത്തത് എന്ന് ചോദിക്കാതിരിക്കേണ്ടതിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ഞങ്ങൾ വരുന്നത്. പ്രൈസ് അല്ലോ. തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും പാസ്റ്റർ മാറ്റി വെച്ചിട്ട് വരുന്നത് എന്താണെന്നറിയാമോ? ആരെ കൊണ്ടൊന്നും ചോദിപ്പിക്കാതിരിക്കേണ്ടതിനാ. വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല, വന്നങ്ങ് പോയെന്ന കുഴപ്പമില്ലല്ലോ, ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെ ഈ കൊച്ചോടി വന്നിട്ട് അകത്ത് വരുമ്പോൾ പറയുന്നത്, നിനക്ക് ഭ്രാന്തുണ്ട്, അതൊരിക്കലും സംഭവിക്കത്തില്ല. നമ്മുടെ ബുദ്ധിക്കകത്തെല്ലാം ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇന്നതാ പ്രിയ മക്കളെ. അത് സാധ്യമാകത്തില്ല, അത് സംഭവിക്കത്തില്ല, അത് നടക്കത്തില്ല എന്നുള്ളതൊക്കെയാ നെഗറ്റീവ് ചിന്തിച്ചു വെച്ചിരിക്കുക. ആരാന്നറിയാമോ? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെക്കുമ്പോൾ ഇന്ന് പകലിൽ വിശ്വാസത്തിൽ എഴുന്നേൽക്കാൻ, പ്രത്യാശയോടെ എഴുന്നേൽക്കാൻ നിന്റെ ദൈവം ആരെന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു ഉൾക്കരുത്തും ബലവും ഇന്ന് പകൽ നീ ഒന്ന് ആർജിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നടക്കാത്തതിനെ നടത്തുന്നൊരു ദൈവമുണ്ട്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട്. എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിന്നെ ജയോത്സവമായി നടത്തുവാൻ കഴിവുള്ള ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുക. ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്ന? അപ്പോസ്തല പ്രവർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാ. ഇവർക്ക് എന്തുണ്ടായിരുന്നില്ല? ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. നടക്കണമെങ്കിൽ നടക്കട്ടെ. നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം മക്കളെ, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യട്ടെ? ദൈവം ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. പക്ഷെ ഇത് കാണുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾക്ക് അസാധ്യമായ കാര്യമാണെന്ന് സ്വർഗത്തിൽ ദൈവത്തിന് അറിയാന്നേ. ആമേൻ. താൻ ദൈവമെന്ന് കാണിക്കേണ്ടതിനാ. പ്രൈസ് ദി ലോർഡ്. ആ വാക്കൊന്ന് വായിക്കാമോ? ഈ കൊച്ചോടി വന്നിട്ട് പറയുന്നത്, പത്രോസ് വന്ന് വാതിൽക്കൽ വന്ന് എന്ത് ചെയ്യുന്നു? മുട്ടുന്നു. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം ഒന്ന് വായിച്ചോ. അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയാറെ രോധ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി പത്രോസ് പടിപ്പുരയ്ക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവരെല്ലാം മൂപ്പന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് അതിനകത്ത്. സീനിയോറിറ്റി ഉള്ള ആളുകളൊക്കെ ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ഉണ്ട്. കൊച്ചു ഈ പെണ്ണ് വന്ന് പറഞ്ഞപ്പോ പറയും, നിനക്ക് എന്തുണ്ട്? ആരെങ്കിലും ഒരാളൊന്ന് പറയാമായിരുന്നില്ലേ? വന്നിട്ടുണ്ടോ? ഒന്ന് വന്ന് നോക്കാം. ആരെങ്കിലും പറഞ്ഞോ? അപ്പൊ ഈ കൂടിയിരിക്കുന്ന ആർക്കും എന്തില്ല? വരൂലെന്നേ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് വരത്തില്ലെന്നേ. ഇന്ന് എനിക്കറിയത്തില്ല, ഇന്ന് ഇതിന്റെ നടുവിൽ ആരെങ്കിലും
ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ദൃഢനിശ്ചയം ഇട്ടിട്ട് വന്നിട്ടുണ്ടോ, അത് ഈ കാലഘട്ടത്തിലൊന്നും നടക്കത്തില്ല. ആമേൻ, സ്തോത്രം. എന്നാലും എന്ത് ചെയ്യാം? എന്നാലും പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ പ്രാർത്ഥനക്കാരായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ആമേൻ, സ്തോത്രം അല്ലേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല പാസ്റ്റേ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ദൈവം നടത്തും കേട്ടോ ജസിസ്റ്റേ. ആമേൻ, സ്തോത്രം. ഭാരപ്പെടേണ്ട. സ്വർഗത്തിലെ ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് ദൈവം ചെയ്യും. അതിൻ്റെ തടസ്സങ്ങൾ എത്ര അധികമായെന്നാലും, എത്ര ചുഴലിക്കാറ്റടിച്ചെന്നാലും, ഈശാനമൂലം കാറ്റടിച്ചെന്നാലും, കൊടുങ്കാറ്റടിച്ചെന്നാലും, തിരമാലകളാൽ പടക് മുക്കിക്കളയാൻ തക്ക വിധത്തിൽ പ്രതിസന്ധികൾ അതിനകത്ത് കയറ്റിയെന്നാലും സ്വർഗത്തിലെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവനത് കൃത്യമായി തന്നെ നിറവേറ്റുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രത്യാശ കൈവിട്ട് കളയരുത്. വിശ്വാസത്തിൽ ഉറക്കട്ടെ. ആമേൻ. സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കും. അവന് കഴിയാത്തവല്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യത്തില്ല? നമ്മൾ വിശ്വസിക്കൂല. അതാ പ്രൈസ് ദി ലോർഡ്. അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്നും നമ്മൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്യുമെന്ന് ഒരു തരിമ്പ് പോലും വിശ്വാസമില്ല. പ്രൈസ് ദി ലോർഡ്. സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ വരുമ്പോഴാണ് പ്രശ്നം. നമ്മൾ അനേകരെ ബലപ്പെടുത്തുന്നവരായിരിക്കാം, ശക്തിപ്പെടുത്തുന്നവരായിരിക്കാം, ആശ്വസിപ്പിക്കുന്നവരായിരിക്കാം. പല കുടുംബങ്ങളിലും കടന്നുപോയി സുവിശേഷം അറിയിച്ച് പലരെയും യഥാസ്ഥാനപ്പെടുത്തുന്നവരായിരിക്കാം. സ്വന്തം ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നിനക്ക് സ്വയത്തിൽ ബലപ്പെടാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് ആഴമായി വിശ്വസിക്കാൻ കഴിയുമോ? യോബിൻ്റെ ഭാര്യയെ പോലെ അല്ലെങ്കിൽ പല സമയങ്ങളിൽ നമ്മളായി തീരുന്നുണ്ടോ? ഹേ മനുഷ്യ, നിങ്ങളുടെ ഭക്തിയെ നീ മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കാതെ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു പോയി മരിച്ചു കളയുക എന്ന് പറയുന്നൊരു തലത്തിലേക്ക് എത്തുന്നുണ്ടോ നമ്മുടെ വിശ്വാസമെല്ലാം? ആമേൻ. അപ്പോൾ യോബ് വന്ന് ഈ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്ത്? നന്മ തന്ന ദൈവത്തിൻ്റെ തിന്മ കൂടെ അനുഭവിക്കേണ്ടതല്ലയോ? ആ ഒരു വിശ്വാസം നമുക്കുണ്ടോ പ്രിയ മക്കളെ? അവിടെയാ ദൈവകരം ഇറങ്ങി വെളിപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന അവിടെയാ പ്രിയ മക്കളെ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസം എന്താ? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. റബനഗസ്യന്തരാജന ഹല്ലേലൂയ. റാബന ഹസ്തൽക്കടകരകക്ഷതരാജനഗൽസി. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമുണ്ടോ? വല്ലതുമുണ്ടോ പ്രിയ മക്കളെ? അവൻ അസാധ്യമായിട്ട് ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. കേട്ടോ കുഞ്ഞുങ്ങളെ, ലക്ഷ്മി, ഗായത്രി, സ്തോത്രം. പരിശുദ്ധ ദൈവം എന്നോട് പറയുന്നു, സ്തോത്രം, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച യഹോവയിൽ നിന്ന് വരും. മനുഷ്യരിൽ ആശ്രയിക്കേണ്ട, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി കരുതാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിലുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ കർത്താവിൽ ശരണപ്പെട്ടു, വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മുമ്പാകെ ചില വാതിലുകൾ സ്വർഗത്തിലെ ദൈവം തുറന്നു തരുമെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. തക്ക സമയത്ത് അത് തുറക്കും, തക്ക സമയത്ത് അത് ഓപ്പൺ ആകും. സെൻസർ വെച്ചിരിക്കുന്ന വാതിലിന്റെ മുമ്പിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലുമ്പോൾ അത് രണ്ടായി തുറന്നു വരുന്നത് പോലെ ചില വഴികളും വാതിലുകളും എന്റെ മക്കൾക്ക് മുമ്പാകെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ തുറന്നിടുകയാ. ഭയവും ഭീതിയും ടെൻഷനും ഒന്നും വേണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനാ, അന്ത്യത്തോളം കാക്കുവാൻ ശക്തനാണ്. അവന്റെ കരം പ്രവർത്തിക്കും. വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചു. ഒരു സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്റെ കുഞ്ഞുങ്ങൾ വേർതിരിച്ചു. സ്വന്തം രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലെങ്കിൽ ഐക്യമത്യപ്പെട്ടാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമാകയാൽ പരിശുദ്ധ ദൈവത്തിന്റെ മധ്യത്തിൽ കരങ്ങളെ കോർത്ത് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാ. നടത്തിത്തരും അവൻ. ഹല്ലേലൂയ. എടാ, കണ്ട വ്യക്തിത്വം, കേട്ട വ്യക്തിത്വം കടന്നു വന്ന് പറയുന്നത് പത്രോസ് വന്നിട്ടുണ്ട്. പക്ഷേ സ്വന്തം ശബ്ദം കേൾക്കാത്ത വ്യക്തിത്വങ്ങൾ പറയുന്നു അസാധ്യം, അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, സംഭവിക്കത്തില്ല. നടക്കാത്തത് നടക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നുണ്ടോ?
2025 ദൈവസഭ കാണാത്ത ചില അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധ ദൈവം ഇടയാക്കി തീർക്കാൻ പോകുകയാണ്. നടക്കാത്തത് നടത്തുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ തിരിച്ചറിയട്ടെ. നിന്റെ കരത്തിലൂടെ, നിന്റെ ആദരത്തിലൂടെ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത വലിയ വിടുതലുകളിലെ ശക്തി വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാ. സംഭവിക്കത്തില്ല പ്രിയമക്കളെ, 2025 സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ സൗഖ്യമാകും. നിങ്ങൾ ശാസിക്കുമ്പോ ഭൂതങ്ങൾ വിട്ടുപോകും. ആമേശ്വരം പ്രവചിപ്പാൻ, കൃപാവരത്തോടെ എഴുന്നേൽപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ തന്നെ നടത്തുന്ന കാലമാ. മുൻമഴയേക്കാൾ ശക്തമേറിയ പിന്മഴ അത് സംഭവിക്കും പ്രിയമക്കളെ. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യവുമുള്ളവരായി മാത്രം ഇരിക്കാം. ഇവിടെ രോധമെന്ന് പറയുമ്പോൾ അവര് പറയുന്നത് ഒരിക്കലുമില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. നെവർ. അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് പറയുമ്പോ അവള് പറയുന്നത് ഞാൻ കണ്ടതാ, ഞാൻ കേട്ടതാ കേട്ടോ. ഒരു കൂട്ടം വിഭാഗം അവിശ്വാസികളായി തീരുമ്പോ ചിലതിന് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്ക് സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയുകയാ. ഒരു സമൂഹം മുഴുവനും അവിശ്വാസത്താൽ പിടിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ഒന്നെഴുന്നേൽക്കും. ഞാൻ അനുഭവിക്കുന്നതാ, ഞാൻ കണ്ടതാ, ഞാൻ കേട്ടതാ, അത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി അവിശ്വാസത്തോടെ പോയി നിന്നിരിക്കാം. ഒരുപക്ഷെ ഈ ദൈവവചനം ത്യജിച്ചെന്നിരിക്കാം. പക്ഷെ ഒരുത്തൻ എഴുന്നേൽക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നത് പോലെ പട്ടണത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി, ജില്ലക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിക്കും. ആത്മശക്തിയോട് അവനോട് തിരുനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടും. ഈ ഉണർവെന്നൊക്കെ പറയുന്നത് കോടിക്കണക്കിന് ജനം ഒരുമിച്ച് വിശ്വാസത്തിലേക്ക് വന്നിട്ട് വലിയൊരു പ്രവൃത്തിയൊന്നും ചെയ്യുന്നതല്ല. ഒരുത്തനായിരിക്കും എഴുന്നേൽക്കുന്നത് കേട്ടോ മക്കളെ. അവൻ കത്തിക്കയറും. അവൻ തൊടുന്നതും അവൻ പറയുന്നതുമെല്ലാം അനുഗ്രഹത്തിന് കാരണമാക്കും. സ്വർഗത്തിലെ ദൈവം തീർക്കും. ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയോ നന്നോ എന്ന് ഭക്തനം ചോദിക്കത്തക്ക തലത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ 2025 പല മേഖലകളിലും വ്യാപരിക്കുമെന്ന് ആത്മാവ് വിളിച്ചു പറയുകയാണ്. ആമേൻ. എനിക്കറിയത്തില്ലട്ടോ, വലിയൊരു ദൈവ സാന്നിധ്യം ഇതിന്റെ മധ്യത്തിൽ വെളിപ്പെടുന്നുണ്ട്. വലിയൊരു ദൈവ സാന്നിധ്യം ഇതിന്റെ മധ്യത്തിൽ വെളിപ്പെടുന്നുണ്ട്. പുതിയ തീരുമാനത്തോടെ ഇന്ന് പകലിൽ ആരെല്ലാം അടുത്ത് വന്നിട്ടുണ്ടോ? കർത്താവ് കഴിഞ്ഞ നാളുകളിലെ പോലെയല്ല. പുതിയൊരു അനുഭവം എന്റെ ജീവിതത്തിൽ പകരണമേ, പുതിയൊരു എണ്ണ എന്നെ തേൽപ്പിക്കണമേ, പുത്തനൊരു അഭിഷേകം എന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിച്ചു വന്നിരിക്കുന്ന ആരൊക്കെയോ ഇതിന്റെ നടുവിലുണ്ട് കേട്ടോ. ആരൊക്കെയോ ഇതിന്റെ നടുവിലുണ്ട്. നീ അത് കാണാൻ പോകുകയാ, നീ അത് അനുഭവിക്കാൻ പോകുകയാ. ആത്മാവിൽ നിന്ന് ആരാധിച്ച പ്രിയ മക്കളെ, ദൈവത്തിന്റെ കരം ഇതിന്റെ മധ്യത്തിൽ വെളിപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തി ഇതിന്റെ മധ്യത്തിൽ വെളിപ്പെടുന്നുണ്ട്. 2024 നീ കാണാത്ത ഒരു വലിയ ദൈവ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. നീ മാനിക്കപ്പെടാൻ പോകുകയാ. Andal Vedal Kadagaraga Shamanasi Andere Alkataragatanagal Kadagaraga Shamana Mausharaga Siandara. ഒരു ദൈവ പ്രവൃത്തി, ഒരു ദൈവ പ്രവൃത്തി, ഒരു ദൈവ പ്രവൃത്തി. അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ നീതിയുള്ള കരം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ നീതിയുള്ള കരം ഇന്ന് പകലിൽ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. കാലഘട്ടത്തിനനുസരിച്ചല്ല അവയെ വിശ്വസിക്കുന്നവരുടെ അകത്തളത്തിൽ പകരുന്ന അവ വിശ്വാസം നിമിത്തം സ്വർഗത്തിലെ ദൈവം ചിലത് ചെയ്യാൻ പോകുകയാണ്. അതൊരു പ്രൗഢമനകൽ കടാരക ശബദ വികൽക്കടകരക ശമന മൗശാരക സ്യാന്തരാധന വീരകടകര ഗജനം വൈഡവന ബലാനഗതി അർദ്ധൽപൗഢമന മൗഷരകദലം വരാധന അർദ്ധവേ ജഗൽക്കടാരക ശതാരക സ്യാന്തരേ റൂഷന്തരാധനകൾ പൗഷമന സ്യാന്തരേ അവയില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുതമേറിയ കരം
ആമേൻ. ആമേൻ. സ്തോത്രം. ആമേൻ. ഒരു കൂട്ടം ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വിശ്വാസമില്ല. പക്ഷെ കേട്ടവൾ വന്നിട്ട് പറയുന്നത് നിശ്ചയമായിട്ടും ഞാൻ കേട്ടതാ അത് പത്രോസാ. തുറന്ന് നോക്കിയില്ല പ്രിയ മക്കളെ. ചിലർക്കൊന്ന് കാണണ്ടെന്നേ. ആമേ. സ്തോത്രം. ആമേ. തോമാസിനെ പോലെ വ്യക്തിത്വങ്ങൾ വിളിച്ചു പറയുന്നത് കണ്ടിട്ട് അവന്റെ ആണിപ്പഴുതിൽ ആമേ വിരലിട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറയുമ്പോൾ ആമേ ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ യേശുവിനെ കണ്ടിട്ടില്ല, അവനുമായിട്ട് അടുത്തിടപെടുകയിട്ടില്ല, പക്ഷെ ദൈവവചനത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ആമേ ഇന്ന് പകൽക്കാലം ഇറങ്ങി വരികയാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നീട്ടുന്നത്. നമ്മള് യേശുവുമായിട്ട് ആമേ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല പ്രിയ മക്കളെ. ആമേ. സ്വന്തം അവന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മൾ പ്രാപിച്ചിട്ട് മുന്നോട്ട് പോകുകയാ. പക്ഷെ അപ്പോസ്തലന്മാർ അങ്ങനെയല്ല. അവര് നാച്ചുറലായിട്ട് ആമേ യേശുവിനെ അതുപോലെ തന്നെ കണ്ടൊരുമിച്ച് പോയവരാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ. ആമേ. അതിൽ തോമസ് പറയുന്നത് ഞാൻ അവനെ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് ചിലത് കാണണം, എനിക്ക് ചിലത് അനുഭവിക്കണം. ആമേശ്വരം. നമ്മൾ വിശ്വസിക്കുവാൻ ഒന്ന് കാണേണ്ട പ്രിയ മക്കളെ. ആമ ദൈവത്തിന്റെ വചനം കേട്ടപ്പോ അതാഴത്തിൽ വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആത്മാവായിട്ട് എന്റെ അടുക്കലുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് കൂടെയുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഞാൻ എവിടെ പോയെന്നാലും അതെന്നെ അനുഗമിക്കുന്നതാണ്. ഈ വിശ്വാസമല്ല പ്രിയ മക്കളെ വലുത്. ഈ വിശ്വാസമല്ല വലുത്. കാണുന്നതും കേൾക്കുന്നതും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടിട്ട് പലരും കാണാത്തവരെ പോലെ പോയപ്പോൾ ഒന്നും കണ്ടിട്ടില്ലെന്നേ. വിശ്വാസത്താൽ ചിലത് പ്രാപിക്കുക. അവൾ ഓടി വന്ന് ആമേ അവരോട് വിളിച്ചു പറയുമ്പോൾ ആമേ അവര് പറയുന്നു നിനക്കെന്തുണ്ട്? ഭ്രാന്തുണ്ട്. നിനക്ക് ഭ്രാന്തുണ്ട്. അവളോ അല്ല ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ഒരു സമൂഹം മുഴുവനും അവിശ്വാസത്താൽ മാറിപ്പോകുമ്പോൾ ആമേ സ്വന്തം ചിലത് എഴുന്നേൽക്കും. ആമേ ചിലത് എഴുന്നേൽക്കും. ആമേ ഒരു സമൂഹമായിക്കൊള്ളട്ടെ, ഒരു പട്ടണമായിക്കൊള്ളട്ടെ, ആമേ ഒരു പൊതു സമൂഹമായിക്കൊള്ളട്ടെ, അവര് മാറിപ്പോകുമ്പോൾ ചിലത് അതിന്റെ മധ്യത്തിൽ ശക്തി ധരിച്ചുകൊണ്ട് എഴുന്നേൽക്കും. ആമേ. എല്ലാവർക്കും ഈ വിശ്വാസം ഇല്ലല്ലോ. ആമേ. ചിലർ പറയും കേട്ടോ, ഈ കാലഘട്ടത്തിൽ ചിലതിൻ്റെ അകത്തളത്തിൽ വിശ്വാസം വരുമ്പോൾ ചിലർ പറയും ഭോഷത്വമാണ് നീ കാണിക്കാൻ പോകുന്നത്, പൊട്ടത്തരമാണ് നീ കാണിക്കാൻ പോകുന്നത്, അപ്പത്തമാണ് നീ കാണിക്കാൻ പോകുന്നത്, നീ താഴ്ന്നു പോകും, വീണു പോകും, മുങ്ങിപ്പോകുന്നൊക്കെ പലരും പറയും. ഇത് നമ്മുടെ വിശ്വാസമാണ് മക്കളെ. കാലെടുത്ത് വെക്കാൻ നീ തയ്യാറാണോ? പരിശുദ്ധ ദൈവം പ്രവർത്തിക്കും. ആമേ. സ്വതം. ഞാൻ എന്നും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗ വിഷയമാണ്. അമ്മ കർത്താവേ നീയാകുന്നു എങ്കിൽ ഈ വെള്ളത്തിന്റെ മുകളിൽ നിന്റെ അടുക്കൽ കടന്നു വരുവാൻ എന്നോട് എന്ത് ചെയ്യണം? കൽപ്പിക്കണം. ആമേ. സ്തോത്രം. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാ. യേശു പറഞ്ഞു എന്ത് പറഞ്ഞു? വരിക. കമോൺ. യേശു പറഞ്ഞു വരിക. ആമേൻ. പത്രോസ് ബുദ്ധിയില്ലാത്തവനല്ല, വിവരമില്ലാത്തവനല്ല, ഒരാവേശത്തിൽ പറഞ്ഞതൊന്നുമല്ല. അവനറിയാം വെള്ളമാണ്, ചവിട്ടിയ താഴ്ന്നു പോകും. ആമേ. സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ തന്നെ പല നാളുകൾ വട്ടം കറക്കിയിട്ടുള്ള സംഭവമായത്. പക്ഷെ അവൻ്റെ അകത്തളത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ഒന്ന് ചവിട്ടി നിൽക്കണം. പ്രീശലോ കേട്ടോ. തോറ്റ സ്ഥലത്ത് തോറ്റുപോകുകയല്ല വേണ്ടത്. അവൻ ജയിച്ച് മുന്നേറുന്നവരുടെ കൂട്ടത്തിലായിത്തീരണം. തോറ്റു പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ദൈവത്തിന്റെ ജനം അവൻ ജയിച്ചു മുന്നേറുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ തക്കവിധം ഇന്ന് പകലിൽ ഒരുക്കപ്പെടാമോ? നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഏതിനോട് തോറ്റു പോകുന്നുവോ അതിന് നീ അടിമയാണ്. അതിന്മേൽ ജയിച്ചു കയറുമോ? ഇന്ന് പകൽക്കാല ആത്മാവിൽ ഒരുക്കപ്പെടാമോ? നമ്മൾ ഏതിനോടാ തോറ്റു പോകുന്നത് അതിന് നമ്മളെന്താ? അടിമകളാ. ജയിക്കണം. എന്ത് ചെയ്യണം? ജയിക്കണം. ജയിക്കണം. വാക്കിലാണോ തോക്കുന്നത്? അതിന്മേൽ ജയിക്കണം. കോപത്തിലാണോ തോറ്റുപോകും? ജയിക്കണം. അവിശ്വാസത്തിലാണ് തോറ്റുപോകും? ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഭീരുവാണോ? ഭീരുത്വമാണോ? ജയിക്കണം. ഏതിലാണ് നിനക്ക് ബലഹീനതയുള്ളത് അതിന്മേൽ ജയിക്കണം. ജയിപ്പിക്കാൻ കഴിവുള്ള ഒരു ആത്മാവ് കൂടെയുണ്ട്. ആത്മാവിന്റെ പേര് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. എനിക്കത് നടക്കാത്തത് എന്താ? പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ നടക്കാൻ
ബുദ്ധിമുട്ടുള്ള എന്തോ ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിലുണ്ട്. അതൊന്നും മാറ്റിക്കൊടുക്കുക. പരിശുദ്ധാത്മാവിന് എന്നും നിന്നുമായിട്ട് നീയുമായിട്ട് സഹവാസം ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിൽ എന്തൊരു കുറവുണ്ട്. ചിലപ്പോൾ നിന്റെ അശുദ്ധ ജീവിതമായിരിക്കാം, നീ ചിന്തിക്കാത്ത തലത്തിലുള്ള നിന്റെ ജീവിതത്തിലെ കുറവുകളായിരിക്കാം, പോരായ്മകളായിരിക്കാം, അവിശ്വാസമായിരിക്കാം. ആമേൻ, സ്തോത്രം. എന്തോ ഒന്നുണ്ട്. അവൻ കൂടെ നടന്നാൽ അസാധ്യങ്ങൾ സാധ്യമാക്കും. ഫ്ലൈറ്റ് വേണ്ട നിനക്ക്. ആമേൻ, നിനക്ക് എന്ത് വേണ്ട? നമ്മുടെ ഫിലിപ്പോസിനോട് ചോദിക്കും, ഫിലിപ്പോസ് ഫ്ലൈറ്റ് വേണോ? ഫിലിപ്പോസ് പറയും, എനിക്ക് ഫ്ലൈറ്റ് വേണ്ട. ആര് കൊണ്ടുപോകും? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? എടുത്തു കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തു കൊണ്ടുപോയി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഷണ്ടന്റെ തേരിനോട് ചേർത്ത് നടത്തുകയാ. നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റുമോ പ്രിയ മക്കളെ? നമ്മുടെ ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റുമോ? ആമേ, ഒരു മനുഷ്യനെ ആത്മാവ് എന്ത് ചെയ്യുക? എടുത്തുകൊണ്ട് പോകുകയാ. എടുത്തുകൊണ്ട് പോയ ആള് ഫിലിപ്പോസ് കണ്ടില്ല. പക്ഷെ താൻ ഉയർന്നു, അവിടെ ചെന്ന് നിന്നു. പരിശുദ്ധാത്മാവാണെന്ന് അറിയാം. പ്രൈസ് ദി ലോർഡ്. കൊണ്ടുപോയ ആളെ ഫിലിപ്പോസ് കണ്ടെന്ന് അവിടെ പറയുന്നില്ല. ആത്മാവ് അവൻ എന്ത് ചെയ്തു? എടുത്തുകൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി കേട്ടോ. ആത്മാവുമായിട്ട് ഒരുമിച്ച് നടക്കുന്നവന് ചിലതിൻ്റെ ആവശ്യകതകളില്ലെന്നേ. ആവശ്യകതകളില്ലെന്നേ. എനിക്ക് പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തവനാ, എനിക്ക് ഭാഷകളൊന്നും തന്നെ അറിയത്തില്ല. വേണ്ടെന്നേ. ആര് കൂടെ ഉണ്ട്? പരിശുദ്ധാത്മാവിന് സകല ഭാഷകളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ആത്മാവിനെയാണ് നീ പ്രാപിച്ചിരിക്കുന്നത്. നിന്റെ വിദ്യാഭ്യാസ യോഗ്യതകളോ നിന്റെ തികവോ പ്രാപ്തിയോ ഗുണങ്ങളോ എല്ലാം തിരയുന്നത് നിനക്ക് വിശ്വാസമുണ്ടോ? അതിന്റെ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ആഗ്രഹിക്കുകയാ. ഇറങ്ങി ചെല്ലാമോ? ഹൃദയമെന്ന് സമർപ്പിക്കാമോ? ജീവിത നിലവാരത്തിൽ അവൻ മാറ്റം വരുത്തും. മകളെ, ഈ ആണ്ടിന്റെ ഫസ്റ്റ് ടൈമാ. എനിക്കറിയത്തില്ല, എന്തോ വലിയ പ്രവൃത്തി കഴിഞ്ഞ നാളുകളിൽ നിനക്ക് പൂരിപ്പിച്ചെടുക്കാൻ പറ്റാത്തത്, കഴിഞ്ഞ നാളുകളിൽ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവം ഈ നാളുകൾ ചെയ്യാൻ പോകുകയാ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യേശുവിന്റെ കരം ഇന്ന് പകൽക്കാലം ചിലതിന്റെ മൺകൂടാരത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാ. അപ്പോൾ പത്രോസ് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ചില ആളുകൾ ഞാൻ എന്നും ഭാവനയിൽ പറയാറുണ്ട്, ബാക്കി 11 എന്തിലിരിക്കുന്നുണ്ട്? അപ്പോൾ കർത്താവ് പറഞ്ഞു, വരാൻ പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ യാക്കോബ് ദേ കണ്ടോ, ഇപ്പം കണ്ടോ? എന്ത് സംഭവിക്കും? വെള്ളത്തിൽ വീണ് മുങ്ങും. അപ്പോൾ പത്രോസ് ഇറങ്ങി നടക്കാൻ വേണ്ടി പോകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന തോമാസം വിടുവോ? അവൻ ആ ഡ്രസ്സേ കയറി പിടിച്ചു വലിച്ചു പിടിച്ചിരിക്കുക. പത്രോസ് പറഞ്ഞു, എന്നെ വിടടാ. അവൻ പറഞ്ഞു, ഞാൻ വിടൂല, നീ എന്തിനാ വെറുതെ വെള്ളത്തിൽ വീട്? ചിലരൊക്കെ ഉണ്ട് പ്രിയമക്കൾ, നമ്മളങ്ങ് തണുപ്പിച്ച് കളയും. ഒരു വിഷയം വിശ്വാസവും പ്രത്യാശയില്ലാത്ത ഒരുത്തനോട് പറയരുത് കേട്ടോ പ്രിയമക്കളെ. നിന്നെ ഇടിച്ച് താഴ്ത്തും. മറിച്ച് പ്രത്യാശയുള്ളവരോടൊന്ന് പറഞ്ഞ്, ഈ ദിവസങ്ങളിൽ വചനത്തിലൊരു വാക്യമുണ്ട്, സമയത്തും അസമയത്തും. ഈ ഒരുക്കത്തെ എന്തിനെ കാണിക്കുന്നതാ? ഈ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നതാ? വിശ്വാസം. ഓക്കെ. ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ മിലിറ്ററിക്കാരുണ്ടല്ലോ, ഇവരേതു സമയത്ത് സ്റ്റാൻഡ് ബൈ ആയിരിക്കും. അതിനവരെ പരിശോധിക്കും, പരീക്ഷിക്കും. അവരുടെ സീനിയർ കേണൽമാരെ അവരെ പരീക്ഷിക്കും. ചിലപ്പോൾ ഒരു വെളുപ്പിന് രാത്രി 1 മണിക്ക് അർദ്ധരാത്രിയിൽ പെട്ടെന്ന് ഇവർ തന്നെയൊക്കെ തീയൊക്കെ ഉണ്ടാക്കും. അവരുടെ ടെൻറ്റിനടുത്ത് കത്തിക്കലൊക്കെ തീയൊക്കെ ഇടും. തീയൊക്കെ ഇടുന്ന സമയത്ത് വിസലടിക്കും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കും, ഫയർ കത്തുന്നെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ആ സമയത്ത് എന്ത് ചെയ്യും? ചാടി എഴുന്നേക്കും. യൂണിഫോമൊക്കെ ധരിച്ചിട്ടായിരിക്കും കിടക്കുന്നത്? അല്ല, ആ സമയത്ത് എന്ത് ചെയ്യണം? യൂണിഫോം ധരിക്കണം. ഒരു ബട്ടൺ പോലും എന്ത് ചെയ്യാതിരിക്കരുത്? ഇടാതിരിക്കരുത്. പെർഫെക്റ്റ് ആയിരിക്കണം. ഈ സംഭവം കേൾക്കുമ്പോൾ നിന്റെ സേഫ്റ്റി ഷൂവ്, നിന്റെ തൊപ്പി,
നിന്റെ വസ്ത്രം, നിന്റെ ആയുധം ആ സ്റ്റാൻഡ് ബൈ ആയിരിക്കണം. ആമേൻ. ഏതു സമയത്തും ഞാൻ പറയാം പ്രിയമക്കളെ, ഒരുങ്ങിയിരിക്കാൻ പറയുന്നത് നമ്മുടെ ജീവിതം ഏതു സമയത്ത് പെർഫെക്റ്റ് ആക്കി വെച്ചേക്കണം. നമ്മുടെ ജീവിതം ഇന്ന് ഒരു വീട്ടിലേക്കോ ഒന്ന് ഒരുത്തൻ്റെ അടുക്കിലേക്കോ കടന്നു പോകാൻ ദൈവം ഒരു ഇൻഫർമേഷൻ തന്നാൽ, അയ്യോ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്നത് ക്രമീകരിക്കാനുണ്ട്, അല്ലാതെ ഞാൻ എങ്ങനെ പോകുന്നത് എന്ന് പറയാനുള്ള ഇട ഉണ്ടാക്കരുത്. ഞാൻ പോകാം കർത്താവേ. ഏത് സമയത്ത് പെർഫെക്റ്റ് ആയിരിക്കണമെന്നേ. സ്വന്തം ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടിരിക്കരുത്. അപ്പനും മക്കളും തമ്മിൽ, അമ്മയും മക്കളും തമ്മിൽ വഴക്കിട്ടിരിക്കരുത്. സ്വന്തം കോപിക്കുന്നവരെ കോപമൊക്കെ വരാം, പക്ഷെ അത് സെക്കൻഡുകൾ മാത്രം. ആ സെക്കൻഡിൽ തന്നെ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ചിരിക്കണം. ആ സമയത്തായിരിക്കും ഏതെങ്കിലും വീട്ടിലേക്ക് നിനക്ക് വിളി വരുന്നത്, ഏതെങ്കിലും സ്ഥലത്തേക്ക് വിളി വരുന്നത്. ആ സമയത്ത് ഓക്കെ ഞാൻ വരാം. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കാൻ പറയുന്നത്. ചില ആളുകളൊക്കെ ആ സമയത്തൊക്കെ മൊത്തം മിസ്റ്റേക്ക് ആയിരിക്കും. സമയത്ത് എന്ത് ചെയ്യും? ഒരു രാത്രി മുഴുവൻ വഴക്കിട്ടൊക്കെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? രാവിലെ പെർഫെക്റ്റാണ്. അപ്പൊ ആ സമയത്താണ് ദൈവത്തിന്റെ വിളി വരുന്നതെങ്കിലോ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതാ ഏതു സമയത്തും നമ്മൾ എന്ത് ചെയ്തേക്കണം? ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ അവൻ അർദ്ധരാത്രിക്കോ ഉച്ചയ്ക്കോ കോഴി കൂവുന്ന സമയത്തോ എപ്പോൾ വന്നാലും നമ്മൾ എന്ത് ചെയ്തേക്കണം? ഒരുങ്ങിയിരിക്കണം. 2025 ഇത് നമ്മുടെ ജീവിതത്തെ ഹൃദയത്തോട് പറ്റിച്ചു വെക്കുന്ന ഒരു വാക്യമായി തീരട്ടെ പ്രിയമക്കളെ. ഏതു സമയത്തും ദുഷ്ടപിശാചേ, നീ എൻ്റെ പ്രവൃത്തിയെ തടുത്തു കളയാൻ പല നിലവാരത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ടുവന്നിടുമ്പോൾ ഞാൻ ഇന്ന് പകൽക്കാലം മുതലേ ഏതു സമയത്തും ഞാൻ ഒരുങ്ങിയിരിക്കും. നിന്റെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല? വിജയിക്കത്തില്ല. ഞാൻ അതിനെ അനുവദിക്കത്തില്ല. കഴിഞ്ഞ നാളുകൾ നമ്മളെ പിശാച് കുടുക്കിയിട്ടിരിക്കുന്ന വിധങ്ങളെ പൊട്ടിച്ച് കളഞ്ഞുകൊണ്ട് ആത്മാവിലൊന്ന് ചാർജ് ആകണം പ്രിയമക്കളെ. ആത്മാവിന്റെ ശക്തിക്കുള്ളിൽ ഒന്ന് ചാർജ് ആകണം. അതിനെ പൊട്ടിച്ച് കളഞ്ഞ്, അതിനെ ഇടിച്ചു കളഞ്ഞുകൊണ്ട്, പൈശാചിക മണ്ഡലങ്ങളെ തകർത്തു കളഞ്ഞുകൊണ്ട്, തോൽപ്പിച്ച് കളയുന്ന മേഖലകളെ തകർത്ത് കളഞ്ഞുകൊണ്ട് വിജയിപ്പാൻ തക്കവിധ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ചിലതിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം പകരുകയാ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ പലരും എന്ത് ചെയ്യുക? തോമസ് ഒക്കെ ഇങ്ങനെ പിടിച്ചേക്കുകയാ, അന്ത്രോസൊക്കെ ഇങ്ങനെ പിടിച്ചേക്കുക. പോകല്ലേടാ പത്രോസേ. അവൻ മറ്റവന്മാർ പറയുന്നത് വിട്ടുകൊടുത്തേക്ക്. ഇപ്പം കാണാം അവന് എന്ത് ചെയ്തിട്ടും എടുത്തിയാട്ടം കൂടുതലാണ്. ഒരു രക്ഷയില്ല. പക്ഷെ അങ്ങ് വിട്ടുകൊടുത്തേക്ക്, പോണ വഴി പോട്ടെ. പക്ഷെ അവന് ഇറങ്ങി ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ എല്ലാത്തിൻ്റെ കണ്ണ് തുറന്നു. എടാ, ഇതെന്താ സംഭവിക്കുന്നത്? വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചത് അത് കോൺക്രീറ്റ് പില്ലർ പോലെ ആയിത്തീർന്നു. പത്രോസ് എവിടെയെല്ലാം കാല് വെക്കുന്നുണ്ടോ അവിടെയെല്ലാം കോൺക്രീറ്റ് പില്ലർ പോലെ ചിലതായിത്തീരുകയാ. കേട്ടോ പ്രിയമക്കളെ, സ്വന്തം അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ളൊരു ദൈവം. അവൻ നടക്കാത്തതിന്റെ മുകളിൽ നടത്താനും നടക്കാത്ത കാര്യങ്ങളെ സാധ്യമാക്കി തരുവാനും കഴിവുള്ള ജീവനുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ കാൽച്ചുവടുകൾ വെക്കാമോ? അത് നടക്കാൻ പോകുകയാ, അത് സംഭവിക്കാൻ പോകുകയാ, അത് വെളിപ്പെടാൻ പോകുകയാ, അത് നിശ്ചയമായിട്ടും വരും. നടക്കത്തില്ല എന്ന് നീ ചിന്തിക്കുന്ന വിഷയത്തെ ദൈവം നടത്താൻ പോകുക. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നു. ആമേൻ. ചില ദിവസങ്ങൾ, ചില നാളുകൾ, ചില മാസങ്ങളായിട്ട് അത് ഒരിക്കലും നടക്കുകയില്ല എന്ന് ഉള്ളത്തിലും ബുദ്ധിയിലും ചിന്തിച്ചു വെച്ചിരിക്കുന്ന വിഷയത്തെ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം അഴിച്ചു കളയുകയാണ്. നടക്കാത്ത വിഷയത്തിന്റെ മധ്യത്തിൽ നടത്തിപ്പുകാരനായിരിക്കുന്ന യേശു ക്രിസ്തു നിന്നെ നടത്താൻ പോകുകയാണ്. നീ താഴത്തില്ല, മുങ്ങിപ്പോകത്തില്ല, പിടിച്ചു നടത്തുക. അവൻ നിന്നെ മുമ്പിലുണ്ട്. ആമേൻ. പ്രിയമക്കളെ, എൻ്റെ സമയം തീർന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ബാക്കി നമുക്ക് ഇന്ന് വൈകിട്ട് ഇവിടെ ചിന്തിക്കാം. ആമേൻ. സ്തോത്രം. ബാക്കി നമുക്ക്
ആമേശ്വതം വൈകിട്ട് വേറെ അപ്പച്ചൻ്റെ വീട്ടിലാണ് മീറ്റിംഗ്. അവിടെ നമുക്ക് ചിന്തിക്കാം. ആമേശ്വതം ഞാൻ എടുത്ത വിഷയത്തിലേക്ക് വന്നില്ല. ബാക്കി നമുക്ക് അവിടെ ചിന്തിക്കാം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നടക്കാത്ത കാര്യങ്ങൾ ദൈവം എന്ത് ചെയ്യും? നടത്തും. മറിയ പറയുന്നത് കർത്താവേ, കല്ലെന്ത് ചെയ്യരുത്, മാറ്റരുത്. അതെന്ത് ചെയ്തിട്ടുണ്ട്? നാറ്റം വെച്ചിട്ടുണ്ട്. ആമേ, നാറ്റത്തെ സൗരഭ്യമാക്കി മാറ്റാൻ കഴിവുള്ളവനാ. ആമേ, നാറ്റത്തെ സൗരഭ്യമാക്കി മാറ്റാൻ കഴിവുള്ളവനാ, വാസനയാക്കി മാറ്റാൻ കഴിവുള്ളവനാ, സുഗന്ധമാക്കി മാറ്റാൻ കഴിവുള്ളവനാ. ആമേ, ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് വിശ്വസിക്കപ്പെടുന്ന മക്കളെ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള, സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് പകലിൽ വെളിപ്പെടുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ. എത്ര പേര് ഇറങ്ങും പ്രീതി മക്കളെ ഈ 2025 എത്ര പേര് തിരുനാമത്തിന് മഹത്വത്തിനായി? അമേശ്വതം, ഞാനൊരു വീട്ടിലെങ്കിലും ഒരു വ്യക്തിയോടെങ്കിലും ഈ ആണ്ടില് ഒരാത്മാവിനെങ്കിലും ഞാൻ നേടും. എത്ര പേരുള്ള കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്? ഒരാത്മാവിന്റെ വില 3 ലോകത്തെക്കാൾ വലുതാണ്. ഞാൻ അതിനു വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഇന്നലത്തെ രാത്രിയിലത്തെ പ്രാർത്ഥന, ഇന്നത്തെ വെളുപ്പിനത്തെ പ്രാർത്ഥന, ഇതൊക്കെ സ്വർഗത്തിൽ ദൈവം കേട്ടിട്ടാ ഇന്ന് വിളിച്ച് പറയുന്നത് കേട്ടോ. ആമേ സ്തോത്രം. ആമേ, കാര്യം നടക്കാൻ പോകുകയാ. അവിടുത്തെ ഓർഡർ പുറപ്പെട്ടിട്ടുണ്ട്. നീ വിശ്വസിച്ച് പ്രാർത്ഥന മുറിക്കകത്തിരുന്ന കണ്ണുനീരൊഴിക്കാൻ വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ തന്നെ അതിന് മറുപടി സ്വർഗത്തിലെ ദൈവം അവിടെ നിന്ന് അയച്ചിട്ടുണ്ട്. ആമേൻ. കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. ആമേ, ഞങ്ങളുടെ ബുദ്ധിയിൽ പലപ്പോഴും ശത്രുവായവൻ കയറി വിളിച്ചു പറയുന്നത് നടക്കത്തില്ല. എന്നാൽ ഞങ്ങളുടെ അന്തരാത്മാവിൽ ആമേ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നത് സാധ്യമാക്കുമെന്ന്. ആമേ, ജഡത്തിൽ കുടികൊള്ളുന്ന പൗലോസ് പറയുന്നു, ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മയത്ര ചെയ്യുന്നത് ഞാനല്ല, എന്റെ ജഡത്തിൽ കുടികൊള്ളുന്ന പാപമത്രേ. അതെ, ആമേ, ജഡത്തിന്മേൽ കിടക്കുന്ന ചില നുഖങ്ങൾ മനുഷ്യന്റെ ബുദ്ധിയെ കവർന്നിട്ട് അത് അസാധ്യമെന്ന് വിളിച്ചു പറയുമ്പോൾ ആത്മാവിൽ ബലപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് അത് സാധ്യമാക്കുമെന്ന് ഉറപ്പ് തരുന്നതിനാ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. സന്തോഷവും സമാധാനവും ആമേ, ഈ ആണ്ടിന്റെ പ്രത്യാശയും വിശ്വാസവും എല്ലാം പരിശുദ്ധ ദൈവം പകർത്തുകൊടുത്ത തിരുനാമത്തിന്റെ മഹത്വത്തിനും രാജ്യത്തിന്റെ കെട്ടുപണിക്കുമായി ഉതകുവാൻ ദൈവ മക്കളെ കരത്തിൽ വഹിക്കണം. ദൈവകൃപ കൊണ്ട് പൊതിയണം. മഹത്വം ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ.